ചോദ്യപേപ്പർ മാറിപ്പോയതിനാൽ PSC റദ്ദാക്കിയ ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷ ഓഗസ്റ്റ് 22-ന് നടക്കും. രാവിലെ 10:30-നാണ് പരീക്ഷ നടക്കുക. ആലപ്പുഴയിലെ പരീക്ഷാ കേന്ദ്രത്തിൽ ചോദ്യപേപ്പർ മാറിപ്പോയതിനെ തുടർന്ന് PSC പരീക്ഷ റദ്ദാക്കുകയായിരുന്നു. ആലപ്പുഴ റെജിനൽ സ്കൂളിലാണ് ചോദ്യപേപ്പർ മാറി നൽകിയത്. വിവിധ കമ്പനി കോർപ്പറേഷനുകളിലെ ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് ഉൾപ്പെടെയുള്ള തസ്തികയിലേക്കായുള്ള 10ാം തരം പൊതു പ്രാഥമിക പരീക്ഷയായിരുന്നു റദ്ദാക്കിയത്. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തും ദേവസ്വം ബോർഡ് മുൻ അംഗം അജികുമാറും അറസ്റ്റിൽ. 2025-ൽ ദ്വാരപാലക ശില്പപാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിട്ടത് 2019-ലെ കവർച്ച മറയ്ക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമെന്ന കണ്ടെത്തലാണ് SIT നടപടി. രാവിലെ തിരുവനന്തപുരം കരകുളത്തെ വീട്ടിൽ നിന്നാണ് പ്രത്യേക അന്വേഷണ സംഘം പ്രശാന്തിനെ കസ്റ്റഡിയിലെടുത്തത്. പിന്നീട് കൊല്ലം പോലീസ് ക്ലബ്ബിലെത്തിച്ചു. വിശദമായി ചോദ്യം ചെയ്ത ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അജികുമാറിനെതിരെ തിരുവനന്തപുരത്തേക്കുള്ള യാത്രക്കിടെയാണ് പിടികൂടിയത്. ശബരിമല ശ്രീകോവിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ 2025-ൽ ചട്ടം ലംഘിച്ച് ചെന്നൈയിലേക്ക് കൊണ്ടുപോയതിൽ PS പ്രശാന്ത് അടക്കം 7 പേർക്ക് പങ്കുണ്ടെന്ന് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. 2019 കവർച്ച മറയ്ക്കുന്നതിനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു നീക്കമെന്നതായിരുന്നു SIT കണ്ടെത്തൽ. അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് PS പ്രശാന്തിന്റെ വാദം. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ അറസ്റ്റിലാകുന്ന 3ാമത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് പ്രശാന്ത്. പ്രസിഡന്റുമാരായിരുന്ന N വാസു, A പത്മകുമാർ എന്നിവരെ അറസ്റ്റ് ചെയ്തിരുന്നു. ഡൽഹിയിൽ നാടകീയ നീക്കങ്ങൾ. ഡൽഹിയിൽ പ്രതിപക്ഷ MPമാരുടെ മാർച്ച്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഗാന്ധി സ്മൃതിയിലേക്കാണ് MPമാർ മാർച്ച് നടത്തുന്നത്. ഗാന്ധിജി വെടിയേറ്റ് വീണ സ്ഥലത്താണ് മാർച്ച് സംഘടിപ്പിക്കുന്നത്. 3 ബസ്സിലായാണ് MPമാർ ഗാന്ധി സ്മൃതിയിലേക്ക് പോകുന്നത്. രാഹുൽ ഗാന്ധിയുടെ വസതിയിലേക്കുള്ള വഴി പോലീസ് അടച്ചു. പ്രദേശത്ത് വൻ പോലീസ് സന്നാഹത്തെയും വിന്യസിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ ഇന്ത്യ സഖ്യം MPമാരുടെ യോഗം ചേർന്നിരുന്നു. അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ സാഹചര്യമാണെന്ന് MPമാർ പ്രതികരിച്ചു. ഏതായാലും ജന്തർ മന്ദറിൽ നടത്തുന്ന വിദ്യാർത്ഥികളുടെ സമരത്തിന് പിന്തുണയുമായി പ്രതിപക്ഷം ശക്തമായ പിന്തുണ തന്നെയാണ് നൽകുന്നത്. ഇപ്പോൾ ഡൽഹിയിൽ നാടകീയമായ നാടകീയ സംഭവങ്ങളാണ് ഉണ്ടാകുന്നത്. ഡൽഹിയിൽ പ്രതിപക്ഷ MPമാരുടെ മാർച്ച് നടക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഗാന്ധി സ്മൃതിയിലേക്കാണ് MPമാർ മാർച്ച് നടത്തുന്നത്. ഗാന്ധിജി വെടിയേറ്റ് വീണ സ്ഥലത്താണ് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. 3 ബസ്സിലായാണ് ഇത്തരത്തിൽ MPമാർ ഗാന്ധി സ്മൃതിയിലേക്ക് പോകുന്നത്. രാഹുൽ ഗാന്ധിയുടെ വസതിയിലേക്കുള്ള വഴി പോലീസ് അടയ്ക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഏതായാലും ഡൽഹിയിൽ ഒരു മിന്നൽ പ്രതിഷേധത്തിന് തന്നെയാണ് MPമാർ നേതൃത്വം നൽകുന്നത്. പ്രതിപക്ഷ MPമാരാണ് ഇത്തരത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പ്രദേശത്ത് വൻ പോലീസ് സന്നാഹവും വിന്യസിച്ചിട്ടുണ്ട്. ഏതായാലും ഡൽഹിയിൽ ഇപ്പോൾ പ്രതിപക്ഷ MPമാരുടെ പ്രതിഷേധമാണ് ഉടലെടുക്കുന്നത്. പ്ലക്കാർഡുമായാണ് MPമാരടക്കം ഈ ഒരു പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നത്. ബിർള ഹൗസിന് മുന്നിൽ ധർണയിരിക്കും എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ഏതായാലും ഗാന്ധിജി വെടിയേറ്റ് മരിച്ച സ്ഥലത്താണ് ഇത്തരത്തിൽ മാർച്ച് MPമാർ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഗാന്ധി സ്മൃതിയിലേക്കാണ് ഇത്തരത്തിൽ MPമാർ മാർച്ച് നടത്തുന്നത്. പ്ലക്കാർഡുകൾ അടക്കമായാണ് MPമാർ ഈ ഒരു പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്.
3 ബസ്സുകളിലായാണ് എംപിമാർ ഗാന്ധി സ്മൃതിയിലേക്ക് പോകുന്നത്. രാഹുൽ ഗാന്ധിയുടെ വസതിയിലേക്കുള്ള വഴിയടക്കം പോലീസ് അടച്ചിടുന്ന ഒരു സാഹചര്യമാണുള്ളത്. പ്രദേശത്ത് വൻ പോലീസ് സന്നാഹത്തെയും വിന്യസിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ ഇന്ത്യ സഖ്യം എംപിമാർ യോഗം ചേർന്നിരുന്നു. അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ ഒരു സാഹചര്യമാണ് എന്നതാണ് എംപിമാരടക്കം പ്രതികരിക്കുന്നത്.